സൂത്രം കാണിച്ചതാവേ. രണ്ടുപേരും ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എന്തേ? ആരാ? എന്താ കാര്യം? വിശക്കുന്നുണ്ടോ? അതെയോ? എന്തേ? കൂട് തുറക്കണോ? കൂട് തുറക്കണോ? ഇന്നലെ വൈകിട്ട് നമ്മൾ പുഴുങ്ങിയ കപ്പയുടെ ബാക്കിയാണ്, 2 കഷ്ണം കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ രാവിലെ എടുത്തിട്ട് നല്ലപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ഇത് മുളകിടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞങ്ങളിപ്പം വേവിച്ച് കഴിക്കുകയും ചെയ്യും, ഞാനും തമ്പുരും കൂടെ. ബാക്കി ഞങ്ങൾ ഉച്ചക്കത്തേക്ക് ഒരു കറി പോലെ മുളകിടാമെന്നാണ് വിചാരിക്കുന്നത്. മുളകിടാന്ന് പറഞ്ഞാൽ തൃശ്ശൂരുകാരുടെ ആസ്ഥാന ഭക്ഷണമാണ് കേട്ടോ. എന്നാ കിട്ടിയാലും പിടിച്ച് മുളകിടും. മുളകിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ വെളുത്തുള്ളി ഇടിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ ചുവന്ന മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതിന്റെ കൂട്ടത്തിൽ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഇവരുടെ മുളകിടിയിൽ. എന്തുണ്ടാലും മുളകിടുക എന്നുള്ളതാണ് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം. അപ്പൊ കപ്പ വെച്ചിട്ട് മുളകിട്ട അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. അപ്പൊ എനിക്കറിയത്തില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പനിക്കൂർക്കയുടെ അവസ്ഥ ഇതാ. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ചോടോടെ വെട്ടി വിട്ടു നോക്കാം. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ നല്ല രീതിയിൽ തളത്ത് കയറി വന്നാലോ. അതുപോലെ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നല്ല രീതിയിൽ കയറി വരുമായിരിക്കും. നല്ല ഉപകാരമുള്ളൊരു സാധനമായിരുന്നു. എന്താണ് മാഡം? പകലൊക്കെ ഞാൻ ഇവരിങ്ങനെ കെട്ടിയിട്ടേക്കും കേട്ടോ, ഒന്ന് നടക്കാനായിട്ട്. അഴിച്ചു വിടാൻ പറ്റത്തില്ല പുറത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് റോഡാണ്, അതുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടേക്കും. അവർക്കത് ഇഷ്ടമല്ല കെട്ടിയിട്ടേക്കുന്നത്. അപ്പം നല്ല കമ്പുകൾ കുറച്ചെടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് കസേര ഉണ്ടെങ്കിലും കസേരയിൽ ഇരുന്നൂടെ അല്ലേ? അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ, കസേരയിൽ ഇരുന്നൂടെ? ഇന്നലെ വന്ന വാൾപേപ്പർ ഞാൻ റിട്ടേൺ കൊടുക്കുകയായിരുന്നു കേട്ടോ. അതിന് ക്വാണ്ടിറ്റി കുറവായിരുന്നു, ഫ്രിഡ്ജിലൊന്നും ഒട്ടിക്കാനായിട്ട് അത് തികയത്തില്ല. അതുകൊണ്ട് അത് റിട്ടേൺ ചെയ്തിട്ട് വേറെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. 1 മണിക്കൂർ ഫ്രീ ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു യൂട്യൂബിൽ, ഞങ്ങളുടെ മെൻറ്റേഴ്സിൻ്റെ തന്നെ. അപ്പം അതൊക്കെ കണ്ട് നോട്ടൊക്കെ എഴുതി എടുത്തിട്ട് ഇനി ഒന്ന് കുന്നംകുളം വരെ പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. എല്ലാ ദിവസവും പകലൊക്കെ ഇരുന്ന് പഠിക്കണം എന്ന് വിചാരിക്കേ. പക്ഷേ ഈ വെയിലും ഒക്കെ കാരണമുണ്ട് ചോറൊക്കെ കൊണ്ട് കഴിയുമ്പോഴത്തേനും ആകെ ക്ഷീണമാകും. പിന്നെ പഠിത്തം കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിക്കും. ഇനി 6 മാസം കൊണ്ടുള്ള എക്സാമിന് കഷ്ടിച്ച്. കുന്നംകുളത്തേക്ക് പോകുന്ന വഴിക്കുള്ളൊരു ഗ്യാസ് പ്ലാന്റ് ആണിത്. ഇതിൻ്റെ മുന്നിൽ എത്തിക്കഴിയുമ്പോഴത്തേനും ഒരുമാതിരി ഗുളികയും മരുന്നും ഒക്കെ പൊടിച്ചതിൻ്റെ പോലത്തെ ഒരു സ്മെല്ലാണ്. അങ്ങ് എത്തുന്നതന്മാരെ ഇങ്ങനെ മൂക്കും പൊത്തി പിടിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ചുറ്റിനുള്ള വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കും. എന്താ പോവാത്ത അച്ഛനോടെ? എന്തുപറ്റി? ചായ കുടിക്കാല്ലേ? അപ്പനും മോളും കൂടെ ഉറങ്ങാൻ പോയിട്ടുണ്ട്. എന്തായി നോക്കട്ടെ. സ്റ്റാർ നോക്കി കിടന്നാ പോരട്ടെ, വേഗം ഉറങ്ങണം കേട്ടാ. ഞാൻ വരുമ്പോഴേക്കും ഉറങ്ങിക്കൊള്ളണം. ഓക്കേണോ? ആണ്. അപ്പോൾ അവരുറങ്ങാനായിട്ട് കിടന്നിട്ടുണ്ട്. സമയം 11:45 ആയിട്ടുണ്ട്. ഞാൻ കിടന്നിട്ടില്ല, എനിക്കൊന്ന് കുളിക്കണം. അതുപോലെ കുറച്ച് വേസ്റ്റ് കത്തിക്കാനായിട്ടുണ്ട്. വേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പെരക്കാവൊക്കെ അടിച്ചു വാരി കൊണ്ടുപോകുന്ന ചെറിയ വേസ്റ്റുകൾ, അതിങ്ങനെ കുറച്ച് ദിവസം വെച്ചിട്ട് കുറച്ചായി കഴിയുമ്പോൾ ഒന്നിച്ചിട്ടിട്ട് കത്തിച്ച് കളയാണ് ചെയ്യുക. എനിക്കുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാ പണികളും തീർത്തിട്ടേ, ഇത്ര ലേറ്റ് ആയാലും തീർത്തിട്ടേ കിടക്കാറുള്ളൂ. കാരണം രാവിലെ എന്തെങ്കിലും പെട്ടെന്നൊരു പ്ലാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കളയാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പോൾ നാളെ സൺഡേ ആണ്. ഞങ്ങൾക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങിയിട്ടില്ല. ഈ ഒരു വീക്കും കൂടി ഓഫാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്നൊരു ആലോചനയുണ്ട്. എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. അതിരപ്പള്ളി, നെല്ലിയാമ്പതി, അങ്ങനെ കുറേ ആലോചനകൾ ഇങ്ങനെ വരുന്നുണ്ട്. ചിലപ്പം രാവിലെ ഒരുങ്ങി കെട്ടി ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് പോകുന്ന വഴിക്കാണ് അതൊക്കെ പ്ലാൻ ചെയ്യുക. അപ്പോൾ എന്തായാലും എനിക്ക് ആ വേസ്റ്റ് കൂടെ കത്തിക്കണം. വേസ്റ്റ് കൂടെ കത്തിച്ചിട്ട് വന്നിട്ട് ഒന്ന് ദേഹം കഴുകണം, കയറി കിടന്നുറങ്ങണം. അത്രയേ ഉള്ളൂ. കണ്ടോ, എൻ്റെ പിള്ളേർ മിടുക്കന്മാരായി ഫുഡൊക്കെ കഴിച്ചു, കൂട്ടി കയറി ലോക്ക് ചെയ്തു. അവൾക്ക് കുഴപ്പമില്ല, കൂട്ടിലിടുന്ന കേട്ടോ, അവൾ സെറ്റായിട്ടുണ്ട്. പക്ഷെ ടോബിക്കാണ് വിഷമം. എന്തു പിന്നെ കൂട്ടി കിടക്കാൻ വയ്യല്ലേ? കുറച്ച് ദിവസമായി അവരെ കുളിപ്പിച്ചിട്ട്. ഭയങ്കര തണുപ്പല്ലേ. ഇവരുടെ ഡബിൾ കോട്ടിങ് ലെയറാണ് ഇവർക്ക് ഹെയർ ഉള്ളത്. അപ്പോൾ നല്ലപോലെ ഉണങ്ങിയില്ലെങ്കിൽ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ 2-3 ദിവസമായി കുളിപ്പിച്ചിട്ട്. നല്ല വെയിൽ വരുന്ന ദിവസം നമുക്ക് കുളിക്കാട്ടോ. എന്തോ അമ്മേ, അവരെന്നെ അമ്മേന്നാണ് വിളിക്കുക. അവൻ ഇതുവരെ മ്യാവു എന്ന് കരയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അമ്മേന്ന് കരയും. എന്താ വണ്ടികൾ ചീറിപ്പായുന്ന ബൈപ്പാസ് റോഡ്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടേ, സെൻസറിലുള്ളതാ. ഞാൻ ചെല്ലുമ്പോൾ അത് തെളിയും. അയ്യോ, തെളിഞ്ഞില്ലല്ലോ. തെളിഞ്ഞു. നമുക്ക് വേസ്റ്റ് കത്തിക്കാൻ വേണ്ടിയുള്ളൊരു സ്പേസ് ആണേ.
കത്തിക്കാം. കുറച്ചുകൂടെ നിൽക്കുമ്പോഴേക്കും സെൻസർ ലൈറ്റ് ഓഫ് ആവും കേട്ടോ. ദൂല അവിടെ ആയിട്ടങ്ങാണ്ടായിരിക്കുന്നത്. ഞാൻ അനങ്ങുന്നതനുസരിച്ചിട്ട് ലൈറ്റ് ഓൺ ആവുകയും ഓഫ് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ലൈറ്റ് ഇതാ അവിടെ. പിന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, എല്ലാം കൊണ്ടും വെട്ടമുണ്ട്. അപ്പം ഞാൻ ഈ ചെറിയ വേസ്റ്റൊക്കെ ഇതിനകത്തിട്ട് കത്തിക്കുവേ. കുറച്ച് വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ ഹരിതകർമ്മസേനക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കും എടുത്ത് വെച്ചിട്ട്. അങ്ങനെ വേണമെന്നാണല്ലോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. എന്താ ബൈ.